മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനത്തിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റ ഉറപ്പുവരുത്താൻ നടപടി വേണം. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ നിരീക്ഷിക്കുന്നതിന് അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കുകയും വേണം. മൃഗപരിപാലന കേന്ദ്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷം അതീവ ഗുരുതര സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നുവെന്ന് കണ്ടെത്തണം. കാട്ടിൽ തീറ്റയില്ലെന്നാണ് മറുപടിയെങ്കിൽ കാട്ടിൽ തന്നെ വന്യമൃഗങ്ങൾക്ക് തീറ്റ ഒരുക്കാൻ നടപടി വേണമെന്ന് ഹ്യൂം സെന്റർ ഡയറക്ടർ CK വിഷ്ണുദാസ് പറഞ്ഞു. തീറ്റ മാത്രമല്ല, കാടിൻ്റെ സ്വാഭാവികത നിലനിർത്താനുള്ള സംവിധാനവും വേണം. കിഴക്കൻ പ്രദേശത്തുള്ള വയനാട് ബന്ദിപ്പൂർ കാടുകൾ എന്ന് പറയുന്നത് അടിവശത്ത് പുല്ലും മേലെ ഈ കരിമരുത് പോലത്തെയുള്ള മരങ്ങളും. അപ്പോൾ ഈ പുല്ല് തിന്നുന്ന മൃഗങ്ങൾക്ക് ധാരാളമായിട്ട് കാട്ടിനടിയിൽ തന്നെ ധാരാളം പുല്ലുണ്ടാവും, വെള്ളം ഉണ്ടാവും. പിന്നെ ചില മരങ്ങളുടെ ഇലകൾ, തണ്ടുകളും തോലുകളൊക്കെ ഇവർ പറിച്ചു തന്നെ. എലിഫൻസൊക്കെ അങ്ങനെയാണ് തന്നെ. പക്ഷേ പിന്നീട് ഏതോ സമയത്ത് നമുക്ക് അരിപ്പൂച്ചെടി, കൊങ്ങിണി കാട്ടിനകത്തേക്ക് പടർന്നു പിടിച്ചു. ഇന്നിപ്പം വലിയൊരു ഭാഗം ഏരിയ മുഴുവൻ എൻ്റയർ ലാൻഡ്സ്കേപ്പ്, നീലഗിരി മുതുമലൈ ലാൻഡ്സ്കേപ്പ് മുഴുവൻ ഈ പറഞ്ഞ നമ്മുടെ ഈ അരിപ്പൂച്ചെടി കൊണ്ട് നടക്കും. കൊങ്ങിണി ലൻറ്റാന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടക്കും. പിന്നീട് അടുത്ത കാലത്തായിട്ട് സെന്ന വന്നു. അപ്പോൾ ഈ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിലേക്ക് ഒരു എവർഗ്രീൻ സ്പീഷീസ് മരം വരികയാണ്. അത് ഇല കൊഴിയാത്തതാണ്. അപ്പോൾ അതിൻ്റെ അടിവശത്ത് ഒരു സാധനവും വളരില്ല, പുല്ലുകളില്ലാണ്ടാവുന്നു. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പുല്ല് നിന്ന് ജീവിക്കുന്ന ജീവികൾക്ക് സാധ്യത, അവരുടെ ഭക്ഷണം ലഭ്യതയിൽ കുറവ് വരും. പല വനമേഖലകളിലും മനുഷ്യൻ്റെ കടന്നുകയറ്റമുണ്ട്. വനാതിർത്തികളിലുള്ള ടൂറിസം പ്രവർത്തനങ്ങളും വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണമാകുന്നുണ്ടോ എന്നും പരിശോധിക്കണം. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാൻ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കണം. പിടികൂടി തിരികെ കാട്ടിൽ വിടേണ്ടതാണെങ്കിൽ നടപടികൾ വൈകാതെ നടത്തണമെന്നും വിഷ്ണുദാസ് പറഞ്ഞു. വനാതിർത്തികളിൽ താമസിക്കുന്ന മനുഷ്യർ വയനാട്ടിൽ എല്ലാ സ്ഥലത്തും എന്തെങ്കിലും തരത്തിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാടിനടുത്ത് ആനയും ടൈഗർ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും കുരങ്ങ്, പന്നി, മറ്റു ജീവികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരു ലാൻഡ്സ്കേപ്പിലാണ് നമ്മൾ താമസിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കും വേണം. അതോടൊപ്പം ഫോർമൽ സിസ്റ്റംസ് കുറേയും കൂടി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് ഇതിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വയനാട് ജില്ലയെ സംബന്ധിച്ച് കുറച്ചും കൂടി ഗവൺമെൻറ് ഇതിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കണം. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊലപ്പെടുത്തുക എന്നത് പ്രാകൃത രീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ വനമേഖല ഉൾപ്പെടുന്നതിനാൽ തന്നെ വയനാട്ടിൽ വനസംരക്ഷണത്തിനും വന്യജീവി സംരക്ഷണത്തിനും കൂടുതൽ തുക വിനിയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.